ഈ പൊള്ളുന്ന ചൂടിൽ പുറത്തൊക്കെ പോയി വരുന്നവർക്കും അല്ലാത്തവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. നമ്മുടെയൊക്കെ വീടുകളിൽ എപ്പോഴുമുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുൻപ് നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ക്യാരറ്റ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ക്യാരറ്റ് എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ക്യാരറ്റ് വേകാൻ ആവശ്യമായ വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു കുക്കർ അടച്ചു വെച്ച് ക്യാരറ്റ് എല്ലാം നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 വിസിൽ വരുത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് എല്ലാം ഇപ്പോൾ ഇവിടെ ഞാൻ നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒന്ന് നല്ലപോലെ തണുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ക്യാരറ്റിൻ്റെ റോ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ഇതുപോലെ വേവിച്ചതിന് ശേഷം നമ്മൾ ജ്യൂസ് അടിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു 4 റോബസ്റ്റ പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ 4 എണ്ണം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള പഴമാണെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ഈ ഒരു റോബസ്റ്റ പഴത്തിന് പകരം നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ചെറുപഴവും ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ചെറുപഴമാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നേന്ത്രപ്പഴം ഒഴിച്ചുള്ള ഏത് പഴം വേണമെങ്കിലും നമുക്ക് ഈ ഒരു ജ്യൂസിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നേന്ത്രപ്പഴം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്കിതിൽ കിട്ടില്ല. അതുകൊണ്ടാണ് നേന്ത്രപ്പഴം ഒഴിവാക്കാൻ പറഞ്ഞത്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാകും. പക്ഷേ മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ അതൊരു പ്രത്യേക രുചിയാണ്. ഞാനിപ്പോൾ ഈ ഒരു പാക്കറ്റിൻ്റെ പകുതി മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പഴത്തിനാണെങ്കിലും അതുപോലെ ക്യാരറ്റിനാണെങ്കിലും ഒക്കെ ഒരു മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് വേണം മധുരം ചേർത്ത് കൊടുക്കേണ്ടത്. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്നും ഒരല്പം പാൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതെല്ലാം നല്ലപോലെ ഒന്ന് അരച്ചു കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റും പഴമെല്ലാം ഞാനിപ്പോൾ ഇവിടെ നല്ലപോലെ ഒന്ന് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി പാലും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി അടിച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് ബനാന ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണമെങ്കിൽ വാനില എസൻസോ അല്ലെങ്കിൽ ഏലക്കയോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ക്യാരറ്റ് വന്നിട്ട് ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇതുപോലെ ജ്യൂസൊക്കെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ഇഷ്ടത്തോടെ കഴിച്ചോളും. തന്നെയല്ല, ക്യാരറ്റിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. നമ്മുടെ കണ്ണുകൾക്കാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനൊക്കെ ആണെങ്കിലും ഒരുപാട് നല്ലതാണ് ക്യാരറ്റ്. പ്രത്യേകിച്ച് ഈ ഒരു ചൂട് സമയത്ത് ഇതുപോലുള്ള തണുത്ത ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ ശരീരത്തിനും ഒരുപാട് നല്ലതാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള ഐസ്ക്രീമും കൂടി നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. താല്പര്യമുള്ളവർക്ക് ചെയ്യാം, അല്ലാത്തവർക്ക് ഇങ്ങനെ തന്നെ അങ്ങ് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ക്യാരറ്റ് ബനാന ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു പൊള്ളുന്ന ചൂടിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരേക്കും ടേക്ക് കെയർ. ബൈ.